ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം. മരിച്ചുപോയ ഒരു വ്യക്തി ആ വ്യക്തിയുടെ EPFO ക്ലെയിം ചെയ്യുന്ന സമയത്ത് മരിച്ച വ്യക്തിയുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ റദ്ദാക്കപ്പെട്ട ആധാർ ആണെങ്കിലോ? ക്ലെയിം നടപടിക്രമങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ EPF അക്കൗണ്ട് ഉടമയുടെ UAN വിശദാംശങ്ങൾ ആധാറിലേക്ക് സീഡ് ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട്. EPF അക്കൗണ്ട് ഉടമയുടെ UAN വിശദാംശങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കാൻ കഴിയാതെ വരികയും വരിക്കാരൻ മരണപ്പെടുകയും ചെയ്യുന്ന ഇത്തരം കേസുകളിലും മറ്റു പല കേസുകളിലും ശരിയായ പരിശോധനയ്ക്ക് ശേഷം EPF ക്ലെയിമിന്റെ ഫിസിക്കൽ സെറ്റിൽമെന്റ് നടത്തുക എന്നതാണ് ഏക പരിഹാര മാർഗം. ഈ സാഹചര്യത്തിൽ ഫീൽഡ് ഓഫീസറുകൾക്ക് ക്ലെയിമുകളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് ഗുണഭോക്താക്കൾക്ക് യഥാസമയം ഫണ്ട് അനുവദിക്കുന്നതിലെ കാലതാമസത്തിനും കാരണമാകുന്നുണ്ട്. അംഗത്തിന്റെ മരണശേഷം ആധാർ വിശദാംശങ്ങൾ ശരിയാക്കാൻ കഴിയാത്തതിനാൽ ആധാർ സീഡ് ചെയ്യാതെ തന്നെ ഫിസിക്കൽ ക്ലെയിമുകളുടെ നടപടിക്രമങ്ങൾ അനുവദിക്കാൻ EPFO തീരുമാനിച്ചിട്ടുണ്ട്. താൽക്കാലിക നടപടി എന്ന നിലയിലാണ് തീരുമാനം. മരണപ്പെട്ടയാളുടെ അംഗത്വം, വ്യക്തിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിക്കുന്നതിനായി നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ഫയലിൽ ചുമതലപ്പെടുത്ത ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തോടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആധാർ വിശദാംശങ്ങൾ ശരിയാണെങ്കിലും UANൽ തെറ്റാണെങ്കിൽ UANലെ ഡാറ്റ തിരുത്തുന്നത് സംബന്ധിച്ച് നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കും. അതേസമയം ജോലി മാറുന്ന സമയത്ത് ചില നിബന്ധനകൾക്ക് വിധേയമായി EPF അക്കൗണ്ട് ബാലൻസ് സ്വയമേവ കൈമാറ്റം ചെയ്യാൻ EPFO അനുമതി നൽകിയിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.